എന്നാൽ ഇവനെ സമ്മതിക്കണം. അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങള്? കാരണം ഞാൻ പുള്ളി വിളിച്ചിട്ടല്ല പോയത്. പക്ഷെ എങ്കിലും പുള്ളിയുടെ സ്ഥാപനത്തിന്റെ അവിടെ നടന്ന സംഭവത്തില് പുള്ളിക്ക് ആൾക്കാരെ വിട്ടത് മാറ്റിയായിരുന്നു. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. കാരണം എന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവണ്ട, ഇതിലാണ് നേരെ പൊക്കോന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാറ് ചാടാണ്ട് തന്നെ. എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ലിസിൻ സീഫൻ സമാധാനം പറയോ? ലിസിൻ സീഫൻ കൊടുക്കുമോ എന്റെ വീട്ടില് കഞ്ഞിയും പറവൊക്കെ അല്ലെങ്കിൽ ആഹാരമൊക്കെ? മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എന്റെ വീട്ടിൽ കഞ്ഞാണ് ബിരിയാണിയാണെന്നുള്ളത് എനിക്ക് ആരും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ എന്നെ മരണം ആൾക്കാർ കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്റെ ഇപ്പൊ പണ്ട് ഗാന്ധിജീനെ വെടിവെച്ച് കൊന്നാണ് കേട്ടിട്ടുണ്ടോ ചേട്ടാ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായോ? അപ്പോ ഒരുപാട് മഹാന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ചരിത്രമുണ്ട്. അപ്പോ ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോ എന്നെ ഇത്രയും മാത്രം സിനിമാക്കാർക്ക് ദേഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മലയാള സിനിമയിൽ ഒരു ആളുമല്ല. പക്ഷേ ഞാന് ഒന്ന് ചോദിക്കോട്ടെ, ബാഡ് ബോയ്സിൽ ക്യാമിയോയില് ഇപ്പൊ അവിടെ കാസ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എന്റെ പേര്. എന്നിട്ട് ഇതൊക്കെ എന്ത് സിനിമയുടെ പേരിൽ എന്റെ ഒരു പേരും ആ ഒരു എന്താ പറയാ ഫിലിമോഗ്രാഫിയിലുണ്ട്. ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അലൻ ജോസ് പെരേര മൂവീസ് എന്ന് പറയുമ്പോൾ ബാഡ് ബോയ്സിനെ എടുത്ത് പറയുന്നത് അത് ഒമ്മറിക്കയുടെ ഒരു ധൈര്യമാണ്. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷെ ആ ഒരു റെസ്പെക്ട് എങ്കിലും വേണ്ടേ? ആ ഒരു പടത്തിൽ 5000 രൂപ തന്നിട്ടുള്ളൂ അഭിനയിക്കാനായിട്ട്. എന്നാലും ആ ഒരു ദിവസം അത്രയും മതി. പക്ഷെ മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാണ് ഞാൻ. എന്നല്ല, അഭിനയിച്ചു. പക്ഷെ ആ ഒരു റെസ്പെക്ട് മറ്റുള്ളവർക്ക് വേണ്ടേ? ആ ഒരു ബൗൺസർമാർക്ക് എന്നെ കാണുമ്പോ എന്താ പ്രശ്നം? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ഒരാളെ കയ്യേറ്റം ചെയ്യാൻ നിൽക്കണുള്ള നടന്മാരാ. സെൽഫി എടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സെൽഫി ഇല്ലെങ്കിൽ പൊക്കോന്ന് പറഞ്ഞാൽ പോരെ, ഉന്തണ്ട ആവശ്യമില്ലല്ലോ. പല പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് സിനിമയില്ലെന്നും പറഞ്ഞ് ദേഹം ഉദ്രവിപ്പിക്കുന്നത് തെറ്റാണ്. കാരണം ഞാനും സിനിമയിലെ ചുപ്പും ചോറ് നിന്നിട്ടാണ് ഞാനും വളർന്നത്. പക്ഷെ സിനിമനെ പറ്റി ഒരു നെഗറ്റീവ് ഞാനും പറഞ്ഞിട്ടില്ല. ലിസിൻ സ്റ്റീഫന്റെ എത്ര പടങ്ങൾ ഇറങ്ങി, ഞാൻ അതിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടില്ലല്ലോ. നെഗറ്റീവ് പറഞ്ഞെങ്കിൽ പുള്ളി ചിലപ്പോ എന്നെ പറ്റി പറഞ്ഞാല്. പക്ഷെ ലിസിൻ സ്റ്റീഫനായിട്ട് ഞാൻ 3 തവണ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഷെയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ മുണ്ടിട്ടൊക്കെ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പക്ഷെ ഇത് വളരെ മോശമായി കേട്ടോ. മോശം